സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവിൽ പ്രതീക്ഷ വയ്ക്കുമ്പോഴും കടുത്ത ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും. കൂടുതലായി പോൾ ചെയ്ത വോട്ടുകൾ ആരെയാണ് തുണച്ചതെന്ന് ഉറപ്പിക്കാനാവാത്തതാണ് പ്രധാന പാർട്ടികളെ കുഴയ്ക്കുന്നത്. വോട്ടിന്റെ പ്രാഥമിക കണക്കുകൾ കിട്ടിയിട്ടും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും ജയപരാജയം ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥയിലാണ് പ്രധാന നേതാക്കൾ. വോട്ട് കഴിഞ്ഞാൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളൊഴിച്ച് മറ്റിടങ്ങളിലെ ഫലം പ്രധാന നേതാക്കൾ കൃത്യമായി പറയും. എന്നാൽ ദിവസം ഒന്ന് കഴിഞ്ഞിട്ടും ഇക്കുറി ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ചിത്രം അവ്യക്തമാണ്. ഒരേ പാർട്ടിയിലെ നേതാക്കളുടെ കണക്കുകളിൽ പോലും വലിയ വ്യത്യാസമുണ്ട്. അധികമായി എത്തിയ വോട്ടുകൾ മുതൽ ശബരിമലയും കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ ധ്രുവീകരണം വരെയുള്ള ഘടകങ്ങളാണ് നേതാക്കളെ കുഴയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പില്ലാത്ത വിധം കൂടുതൽ പേർ ബൂത്തിലെത്തി. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണമാണോ? ആണെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായി? ഇത് ഏതു മുന്നണിയാവും തുണച്ചിട്ടുണ്ടാവുക? നേതാക്കളുടെ കണക്കു തെറ്റിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായെന്ന് ഇടതു വലതു മുന്നണികളും ഭൂരിപക്ഷ മതധ്രുവീകരണം ഉണ്ടായെന്ന് BJPയും കണക്കുകൂട്ടുന്നു. ശക്തമായ കേന്ദ്ര സർക്കാർ വിരുദ്ധ വികാരവും ശബരിമല വിഷയവും കൂടുതൽ പേർ ബൂത്തിലെത്താനുള്ള കാരണങ്ങളായെന്ന് പ്രധാന പാർട്ടികൾ സമ്മതിക്കുന്നു. എന്നാൽ ഇത് ആരെ തുണയ്ക്കുമെന്ന് ഉറപ്പിക്കാനാവുന്നില്ല. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും മൂന്ന് മുന്നണികളുടെയും കണക്കുകളിൽ വ്യത്യാസം വലുതാണ്. താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ഔദ്യോഗികമായി വിലയിരുത്തിയ ശേഷം ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി ഭേദമന്യേ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.